എവിടെ പോന്നും പോയിട്ടാ? ഏ എവിടെ പോന്നു? നമ്മൾ ഒന്ന് പഞ്ചായത്ത് വരെ പോകുന്നു, പഞ്ചായത്ത് ഓഫീസ്. അതുകൊണ്ട് ഞാൻ സുന്ദരിയായത്. നന്നായിട്ട് ഒരുങ്ങി ഞാനല്ലേ? അപേക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം നീക്കി വെച്ച് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഏതാന്നെല്ലാം ചോദിക്കലുണ്ട് എന്നോട്. ചോദിക്കലുണ്ട് കണ്ണൂർ ഭാഷ ചോദിക്കാറുണ്ട്. ഞാനൊന്നിനും മറുപടി കൊടുക്കാറില്ല. എനിക്ക് ചോദിച്ച മറുപടി വരും കേട്ടോ. നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒരുങ്ങിയത്. പലരും വിചാരിക്കും എന്തെന്നാ ഇവർ രണ്ടുപേരും കളിക്കുന്നത്. ഓരോ ദിവസവും ചില ദിവസങ്ങളിലും മഴമേഘങ്ങൾ ഇരുണ്ട് മൂടിക്കെട്ടി ആകാശമായിരിക്കും, ചില ദിവസങ്ങളിൽ നല്ല രസകരമായ ഇതായിരിക്കും, ചില ദിവസങ്ങളിൽ ലേഖ നല്ല തനിയെ എഴുന്നേക്കും, ചില ദിവസങ്ങൾ ആകെ ഗ്ലൂമിയാവും. ഞാൻ പരമാവധി ഗ്ലൂമി ആവാതിരിക്കും ശ്രമിക്കും, പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതുണ്ടാകുമ്പോൾ അത് മുഖത്ത് നിഴലിക്കും. അതിപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ പലർക്കും കമൻ്റായിട്ട് വരും അല്ലേ? പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച ശബരിമലക്ക് പോകാറായി. 14-ാം തീയതിയോടുകൂടി പോകേണ്ട പരിപാടിയാണ്. അപ്പം മിക്കവാറും 13-ാം തീയതി ആയിരിക്കും നമ്മൾ ഇവിടുന്ന് പോവുക അല്ലേ? 14-ാം തീയതിയാണ് നട തുറക്കുക. 13-ാം തീയതി പോയി കഴിഞ്ഞാൽ 14-ാം തീയതി അവിടെ എത്തുമല്ലോ. ലഖാരയെ പറ്റി എന്താ പറയാനുള്ളത്? ലഖാര വൈകുന്നു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഓരോന്ന് ഇവളൊന്ന് ആക്റ്റീവായി വരണം. സാധനങ്ങളൊക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് വരും. ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അതൊന്ന് എല്ലാം സോർട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ പാക്കിങ്ങിൻ്റെ പിന്നെ കവറുകളും കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ പിന്നെ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരണം, അതൊക്കെ ലെവലാക്കി വെക്കണം. വളരെ പ്രീമിയം ഉള്ള വളരെ ക്വാളിറ്റി ഉള്ള സംഭവം പിന്നെ ആഭരണങ്ങളും സാരികളും മറ്റു വസ്ത്രങ്ങളൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ലേ? ഓർണമെന്റ്സും ചുരിദാർ മെറ്റീരിയൽ മാത്രമാണ്. ചുരിദാർ മെറ്റീരിയലുണ്ട്, ചുരിദാറുണ്ട് അല്ലേ? ചുരിദാർ ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓർഡർ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്തിക്കും അല്ലേ? അതെ, നമ്മൾ പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒരു ഹ്യൂജ് എമൗണ്ടിലേക്കൊന്നും പോകാനുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് മാനുഫാക്ചറിങ് അവർ നമ്മൾ ടൈപ്പ് ആക്കിയതിന് ശേഷം അവരുടെ ഒരു ആഡ് കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരുടെ കർണാടക ബേസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചും കൂടി ആക്സസിബിൾ ആയി. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതെ, അപ്പം അവരുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമുള്ള പിന്നെ തുണിത്തരങ്ങളോ ജ്വല്ലറി ഐറ്റംസോ പറയുകയാണെങ്കിൽ അവർ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എത്തിച്ചേരും അല്ലേ? അപ്പോൾ ഓരോന്ന് പോളി സാധനങ്ങളാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒന്നും കളയാൻ പറ്റാത്ത സാരി. എനിക്ക് വിറ്റഴിക്കെന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും അതന്നെ, അങ്ങനെ അത്രയ്ക്ക് നല്ല സാരികൾ ഡിസ്പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് അത് ഞങ്ങളെല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ ഞങ്ങളത് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അയക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് പാക്കിംഗ് കവർ എല്ലാം പോട്ടെ, നമ്മളെ ഡിസൈനോട് കൂടിയിട്ട് നമ്മളെ ലഖാരയുടെ ലോഗോയോട് കൂടിയിട്ടുള്ള കവറൊക്കെ റെഡി ആയതിനു ശേഷം മാത്രമേ. ഞാൻ ലേഖയോട് പറയാം, അന്നേരം ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ഞാൻ ഒരുപാട് ആഡുകൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ പരസ്യം ചെയ്ത സമയത്ത് പോലും നമ്മൾ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാൻ ക്യാമറമാർ എല്ലാവരും കൂടി പോയ സമയത്ത് പോലും കിട്ടുന്നതിനേക്കാളും സംതൃപ്തിയാണ് നമുക്ക് ഇപ്പം കിട്ടിയത്. കാരണം ആ സമയത്ത് അത്രയും നല്ല സംഭവം കിട്ടില്ല. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി, പിന്നെ നമ്മുടെ സാരികൾ നല്ല രസമുള്ള മൈസൂർ സാരീസ് ആണ് എല്ലാം. മൈസൂർ സിൽക്ക് അടിപൊളി സംഭവം, നല്ല കളർ കോമ്പിനേഷൻ. ഏതായാലും നമ്മളത് വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് ഇടും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അധികം വൈകാതെ ഞാനൊന്ന് ഒരുങ്ങട്ടെ.